ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ലേവ്യ പുസ്തകം 24-25 അധ്യായങ്ങൾ. അധ്യായം 24. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തതെന്തെന്നാൽ, ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കുക. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന്റെ തിരശ്ശീലയ്ക്ക് പുറത്തു വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തേണ്ടതിന് അഹരോൻ അത് യഹോവയുടെ സന്നിധിയിൽ നിത്യം ഒരുക്കി വെക്കണം. ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമാകുന്നു. അവൻ നിത്യവും യഹോവയുടെ സന്നിധിയിൽ തങ്ക നിലവിളക്കിന്മേൽ ദീപങ്ങൾ ഒരുക്കി വെക്കണം. നീ നേരിയ മാവെടുത്ത് അതുകൊണ്ട് 12 ദോശ ചുടയണം. ഓരോ ദോശ 2 ഡങ്ങഴി മാവ് കൊണ്ട് ആയിരിക്കണം. അവയെ യഹോവയുടെ സന്നിധിയിൽ തങ്കമേശമേൽ 2 അടുക്കായിട്ട് ഓരോ അടുക്കിൽ 6 വീതം വെക്കണം. ഓരോ അടുക്കിന്മേൽ നിർമ്മലമായ കുന്തുരുക്കം വെക്കണം. അത് അപ്പത്തിന്മേൽ നിവേദ്യമായി യഹോവയ്ക്ക് ദഹനയാഗമായിരിക്കണം. അവൻ അത് നിത്യനിയമമായിട്ട് ഇസ്രായേൽ മക്കളോട് വാങ്ങി ശബത്ത് തോറും യഹോവയുടെ സന്നിധിയിൽ നിരന്തരമായി അടുക്കി വെക്കണം. അത് അഹരോനും പുത്രന്മാർക്കും ഉള്ളതായിരിക്കണം. അവർ അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് തിന്നേണം. അത് അവന് ശാശ്വതാവകാശമായി യഹോവയുടെ ദഹനയാഗങ്ങളിൽ അതിവിശുദ്ധമാകുന്നു. അനന്തരം ഒരു ഇസ്രായേല്യ സ്ത്രീയുടെയും ഒരു മിസ്രയീമിന്റെയും മകനായ ഒരുത്തൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ പുറപ്പെട്ട് ഇസ്രായേല്യ സ്ത്രീയുടെ ഈ മകനും ഒരു ഇസ്രായേലിയനും തമ്മിൽ പാളയത്തിൽ വെച്ച് ഷണ്ടയിട്ടു. ഇസ്രായേല്യ സ്ത്രീയുടെ മകൻ തിരുനാമം ദുഷിച്ച് ശപിച്ചു. അതുകൊണ്ട് അവർ അവനെ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ അമ്മയ്ക്ക് ശേലേമിത്ത് എന്നപ്പോൾ അവൾ ദാൻ ഗോത്രത്തിൽ തിബ്രി എന്നൊരുവന്റെ മകളായിരുന്നു. യഹോവയുടെ അരുളപ്പാട് കിട്ടേണ്ടതിന് അവർ അവനെ തടവിൽ വെച്ചു. അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചെയ്തത്, ശപിച്ചവനെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോക. കേട്ടവരെല്ലാവരും അവന്റെ തലയിൽ കൈവച്ച ശേഷം സഭയൊക്കെയും അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. എന്നാൽ ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ, ആരെങ്കിലും തന്റെ ദൈവത്തെ ശപിച്ചാൽ അവൻ തന്റെ പാപം വഹിക്കും. യഹോവയുടെ നാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. സഭയൊക്കെയും അവനെ കല്ലെറിയണം. പരദേശിയാകട്ടെ സ്വദേശിയാകട്ടെ തിരുനാമത്തെ ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മൃഗത്തെ കൊല്ലുന്നവൻ മൃഗത്തിന് പകരം മൃഗത്തെ കൊടുക്കണം. ഒരുത്തൻ കൂട്ടുകാരന് കേടുവരുത്തയാൽ അവൻ ചെയ്തതുപോലെ തന്നെ അവനോടും ചെയ്യണം. ഒടിവിന് പകരം ഒടിവ്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇങ്ങനെ അവൻ മറ്റേവനെ കേടുവരുത്തിയതുപോലെ തന്നെ അവനും വരുത്തേണം. മൃഗത്തെ കൊല്ലുന്നവൻ അതിനു പകരം കൊടുക്കണം. മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. നിങ്ങൾക്ക് പരദേശിക്കും സ്വദേശിക്കും ഒരു പ്രമാണം തന്നെയായിരിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ദുഷിച്ചവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിയണമെന്ന് മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു. അധ്യായം 25. യഹോവ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ദേശം യഹോവയ്ക്ക് ശബത്ത് ആചരിക്കണം. 6 സംവത്സരം നിന്റെ നിലം വിതയ്ക്കണം. അവണ്ണം 6 സംവത്സരം നിന്റെ മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിച്ച് അനുഭവമെടുക്കണം. 7-ാം സംവത്സരത്തിലോ ദേശത്തിന് സ്വസ്ഥതയുള്ള ശബത്തായ യഹോവയുടെ ശബത്തായിരിക്കണം. നിന്റെ നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിക്കുകയും ചെയ്യരുത്. നിന്റെ കൊയ്ത്തിന്റെ പടുവിളവ് കൊയ്യുകയും വള്ളിത്തല മുറിക്കാത്ത മുന്തിരിത്തോട്ടത്തിലെ പഴം പറിക്കുകയും അരുത്. അത് ദേശത്തിന് ശബത്താണ്ടാകുന്നു. ദേശത്തിന്റെ ശബത്തിൽ താനെ വിളയുന്നത് നിങ്ങളുടെ ആഹാരമായിരിക്കണം. നിനക്കും നിന്റെ ദാസനും ദാസിക്കും കൂലിക്കാരനും നിന്നോടുകൂടെ പാർക്കുന്ന പരദേശിക്കും നിന്റെ കന്നുകാലിക്കും കാട്ടുമൃഗത്തിനും അതിൻ്റെ അനുഭവമൊക്കെയും ആഹാരമായിരിക്കണം. പിന്നെ 7 ശബത്താണ്ടായ 7 സംവത്സരം എണ്ണേണം. അങ്ങനെ 7 ശബത്താണ്ടായ 49 സംവത്സരം കഴിയണം. അപ്പോൾ 7-ാം മാസം 10-ാം തീയതി മഹാധ്വനി കാഹളം ധ്വനിപ്പിക്കണം. പാപപരിഹാര ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് എല്ലായിടവും കാഹളം ധ്വനിപ്പിക്കണം. 50-ാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അത് നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം. നിങ്ങൾ താന്താന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. ഓരോരുത്തൻ താന്താന്റെ കുടുംബത്തിലേക്കും മടങ്ങിപ്പോകണം. 50-ാം സംവത്സരം നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം. അതിൽ നിങ്ങൾ വിതയ്ക്കുകയോ പടുവിളവ് കൊയ്യുകയോ വള്ളിത്തല മുറിക്കാത്ത മുന്തിരിവള്ളിയുടെ പഴം പറിക്കുകയോ ചെയ്യരുത്. അത് യോബേൽ സംവത്സരമാകുന്നു. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. ആ ആണ്ടിൽ അനുഭവം നിങ്ങൾ വയലിൽ നിന്ന് തന്നെ എടുത്ത് തിന്നണം. ഇങ്ങനെയുള്ള യോബേൽ സംവത്സരത്തിൽ നിങ്ങൾ താന്താന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. കൂട്ടുകാരന് ഏതെങ്കിലും വിൽക്കുകയോ
കൂട്ടുകാരനോട് ഏതെങ്കിലും വാങ്ങുകയോ ചെയ്താൽ നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യരുത്. യോബേൽ സംവത്സരത്തിൻ്റെ പിമ്പുള്ള സംവത്സരങ്ങളുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം നിന്റെ കൂട്ടുകാരനോട് വാങ്ങണം. അനുഭവമുള്ള സംവത്സരങ്ങളെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം അവൻ നിനക്ക് വിൽക്കണം. സംവത്സരങ്ങൾ ഏറിയിരുന്നാൽ വില ഉയർത്തേണം, സംവത്സരങ്ങൾ കുറഞ്ഞിരുന്നാൽ വില താഴ്ത്തേണം. അനുഭവത്തിൻ്റെ കാലസംഖ്യയ്ക്ക് ഒത്തവണ്ണം അവൻ നിനക്ക് വിൽക്കുന്നു. ആകയാൽ നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യരുത്. നിന്റെ ദൈവത്തെ ഭയപ്പെടണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എൻ്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം. എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും. ഭൂമി അതിൻ്റെ ഫലം തരും. നിങ്ങൾ തൃപ്തിയായി ഭക്ഷിച്ച് അതിൽ നിർഭയം വസിക്കും. എന്നാൽ 7-ാം സംവത്സരത്തിൽ ഞങ്ങൾ എന്ത് ഭക്ഷിക്കും, ഞങ്ങൾ വിതയ്ക്കുകയും ഞങ്ങളുടെ അനുഭവം എടുക്കുകയും ചെയ്യരുതല്ലോ എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, ഞാൻ 6-ാം സംവത്സരത്തിൽ നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം അരുളുകയും അത് 3 സംവത്സരത്തേക്കുള്ള അനുഭവം തരികയും ചെയ്യും. 8-ാം സംവത്സരത്തിൽ നിങ്ങൾ വിതയ്ക്കുകയും 9-ാം സംവത്സരം വരെ പഴയ അനുഭവം കൊണ്ട് ഉപജീവിക്കുകയും വേണം. അതിൻ്റെ അനുഭവം വരും വരെ പഴയതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളണം. നിലം ജന്മം വിൽക്കരുത്. ദേശം എനിക്കുള്ളതാകുന്നു. നിങ്ങൾ എൻ്റെ അടുക്കൽ പരദേശികളും വന്നു പാർക്കുന്നവരുമത്രേ. നിങ്ങളുടെ അവകാശമായ ദേശത്തൊക്കെയും നിലത്തിന് വീണ്ടെടുപ്പ് സമ്മതിക്കണം. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു തൻ്റെ അവകാശത്തിൽ ഏതൊന്നും വിറ്റാൽ അവൻ്റെ അടുത്ത ചർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളണം. എന്നാൽ വീണ്ടുകൊള്ളുവാൻ അവന് ആരുമില്ലാതിരിക്കുകയും താൻ തന്നെ വകയുള്ളവനായി വീണ്ടുകൊള്ളുവാൻ പ്രാപ്തനാകുകയും ചെയ്താൽ അവൻ അത് വിറ്റ ശേഷമുള്ള സംവത്സരം കണക്കുകൂട്ടി മിച്ചമുള്ളത് അത് വാങ്ങിയിരുന്ന ആൾക്ക് മടക്കിക്കൊടുത്ത് തൻ്റെ അവകാശത്തിലേക്ക് മടങ്ങി വരേണം. എന്നാൽ മടക്കിക്കൊടുപ്പാൻ അവന് പ്രാപ്തിയില്ല എങ്കിൽ വിറ്റുപോയത് യോബേൽ സംവത്സരം വരെ വാങ്ങിയവൻ്റെ കയ്യിലിരിക്കണം. യോബേൽ സംവത്സരത്തിൽ അത് ഒഴിഞ്ഞു കൊടുക്കുകയും അവൻ തൻ്റെ അവകാശത്തിലേക്ക് മടങ്ങി വരികയും വേണം. ഒരുത്തൻ മതിലുള്ള പട്ടണത്തിൽ ഒരു വീട് വിറ്റാൽ വിറ്റ ശേഷം 1 സംവത്സരത്തിനകം അവനത് വീണ്ടുകൊള്ളാം. വീണ്ടുകൊള്ളുവാൻ 1 സംവത്സരത്തെ അവധിയുണ്ട്. 1 സംവത്സരം മുഴുവനും തികയുവോളം വീണ്ടുകൊണ്ടില്ലെങ്കിൽ മതിലുള്ള പട്ടണത്തിലെ വീട് വാങ്ങിയവന് തലമുറയായി എന്നും സ്ഥിരമായിരിക്കണം. യോബേൽ സംവത്സരത്തിൽ അത് ഒഴിഞ്ഞു കൊടുക്കേണ്ട. മതിലില്ലാത്ത ഗ്രാമങ്ങളിലെ വീടുകളോ ദേശത്തുള്ള നിലത്തിന് സമാനമായി വിചാരിക്കണം. അവയ്ക്ക് വീണ്ടെടുപ്പുണ്ട്. യോബേൽ സംവത്സരത്തിൽ അവയെ ഒഴിഞ്ഞു കൊടുക്കണം. എന്നാൽ ലേവ്യരുടെ പട്ടണങ്ങളും അവരുടെ അവകാശമായ പട്ടണങ്ങളിലെ വീടുകളും ലേവ്യർക്ക് എപ്പോഴെങ്കിലും വീണ്ടുകൊള്ളാം. ലേവ്യരിൽ ഒരുത്തൻ വീണ്ടുകൊള്ളുന്നുവെങ്കിൽ വിറ്റുപോയ വീടും അവൻ്റെ അവകാശമായ പട്ടണവും യോബേൽ സംവത്സരത്തിൽ ഒഴിഞ്ഞു കൊടുക്കണം. ലേവ്യരുടെ പട്ടണങ്ങളിലെ വീടുകൾ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവർക്കുള്ള അവകാശമല്ലോ. എന്നാൽ അവരുടെ പട്ടണങ്ങളോട് ചേർന്നിരിക്കുന്ന ഉൾപ്പുറമായ ഭൂമി വിൽക്കരുത്. അത് അവർക്ക് ശാശ്വതാവകാശമാകുന്നു. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് നിന്റെ അടുക്കൽ വെച്ച് ക്ഷയിച്ചു പോയാൽ നീ അവനെ താങ്ങേണം. അന്യനും പരദേശിയും എന്ന പോലെ അവൻ നിന്റെ അടുക്കൽ പാർക്കണം. അവനോട് പലിശയും ലാഭവും വാങ്ങരുത്. നിന്റെ ദൈവത്തെ ഭയപ്പെടണം. നിന്റെ സഹോദരൻ നിന്റെ അടുക്കൽ പാർക്കണം. നിന്റെ പണം പലിശയ്ക്ക് കൊടുക്കരുത്. നിന്റെ ആഹാരം അവന് ലാഭത്തിനായി കൊടുക്കുകയും അരുത്. ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം തരുവാനും നിങ്ങളുടെ ദൈവമായിരിക്കാനും നിങ്ങളെ മിസ്രയീം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു തന്നെത്താൻ നിനക്ക് വിറ്റാൽ അവനെ കൊണ്ട് അടിമ വേല ചെയ്യിക്കരുത്. കൂലിക്കാരൻ എന്ന പോലെയും വന്നു പാർക്കുന്നവൻ എന്ന പോലെയും അവൻ നിന്റെ അടുക്കലിരുന്ന് യോബേൽ സംവത്സരം വരെ നിന്നെ സേവിക്കണം. പിന്നെ അവൻ തൻ്റെ മക്കളുമായി നിന്നെ വിട്ട് തൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. തൻ്റെ പിതാക്കന്മാരുടെ അവകാശത്തിലേക്ക് അവൻ മടങ്ങിപ്പോകണം. അവർ മിസ്രയീം ദേശത്തു നിന്ന് ഞാൻ കൊണ്ടുവന്ന എൻ്റെ ദാസന്മാർ ആകൊണ്ട് അവരെ അടിമകളായി വിൽക്കരുത്. അവനോട് കാഠിന്യം പ്രവർത്തിക്കരുത്. നിന്റെ ദൈവത്തെ ഭയപ്പെടണം. നിന്റെ അടിയാരും അടിയാട്ടികളും നിങ്ങൾക്ക് ചുറ്റുമുള്ള ജാതികളിൽ നിന്ന് ആയിരിക്കണം. അവരിൽ നിന്നും അടിയാരെയും അടിയാട്ടികളെയും കൊള്ളണം. അവണ്ണം നിങ്ങളുടെ ഇടയിൽ വന്ന് പാർക്കുന്ന അന്യജാതിക്കാരുടെ മക്കളിൽ നിന്നും അവർ നിങ്ങളുടെ ദേശത്ത് ജനിച്ചവരും നിങ്ങളോടുകൂടെ ഇരിക്കുന്നവനുമായ അവരുടെ കുടുംബങ്ങളിൽ നിന്നും നിങ്ങൾ വാങ്ങണം. അവർ നിങ്ങൾക്ക് അവകാശമായിരിക്കണം. നിങ്ങളുടെ ശേഷം നിങ്ങളുടെ മക്കൾക്കും അവകാശമായിരിക്കേണ്ടതിന് നിങ്ങൾ അവരെ അവകാശമാക്കിക്കൊള്ളണം. അവർ എന്നും നിങ്ങൾക്ക് അടിമകളായിരിക്കണം. ഇസ്രായേൽ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരോടോ നിങ്ങൾ കാഠിന്യം പ്രവർത്തിക്കരുത്.
നിന്നോടുകൂടെയുള്ള പരദേശിയോ അന്യനോ സമ്പന്നനാകുകയും അവൻ്റെ അടുക്കലുള്ള നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു തന്നെത്താൻ അന്യനോ പരദേശിക്കോ അന്യൻ്റെ സന്തതിക്കോ വിൽക്കുകയും ചെയ്താൽ അവൻ തന്നെത്താൻ വിറ്റ ശേഷം അവനെ വീണ്ടെടുക്കാം. അവൻ്റെ സഹോദരന്മാരിൽ ഒരുത്തന് അവനെ വീണ്ടെടുക്കാം. അവൻ്റെ പ്രതിവ്യനോ പ്രതിവ്യൻ്റെ പുത്രനോ അവനെ വീണ്ടെടുക്കാം. അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ അടുത്ത ചാർച്ചക്കാരിൽ ഒരുത്തൻ അവനെ വീണ്ടെടുക്കാം. അവന് പ്രാപ്തിയുണ്ടെങ്കിൽ തന്നെത്താൻ വീണ്ടെടുക്കാം. അവൻ തന്നെ വിറ്റ സംവത്സരം മുതൽ യോബേൽ സംവത്സരം വരെയുള്ള കാലക്കണക്ക് തന്നെ വാങ്ങിയവനുമായി കൂട്ടി നോക്കണം. അവൻ്റെ വില സംവത്സര സംഖ്യയ്ക്ക് ഒത്തവണ്ണമായിരിക്കണം. അവനൊരു കൂലിക്കാരൻ്റെ കാലത്തിന് ഒത്തവണ്ണം അവൻ്റെ അടുക്കൽ പാർക്കണം. സംവത്സരം ഏറെ ഉണ്ടെങ്കിൽ അതിന് തക്കവണ്ണം അവൻ തൻ്റെ വീണ്ടെടുപ്പ് വില തനിക്ക് കിട്ടിയ പണത്തിൽ നിന്ന് മടക്കി കൊടുക്കണം. യോബേൽ സംവത്സരം വരെ ശേഷിക്കുന്ന സംവത്സരം കുറെ മാത്രമെങ്കിൽ അവനുമായി കണക്ക് കൂട്ടി സംവത്സരങ്ങൾക്ക് ഒത്തവണ്ണം തൻ്റെ വീണ്ടെടുപ്പ് വില മടക്കി കൊടുക്കണം. അവൻ ആണ്ടോടാണ്ട് കൂലിക്കാരൻ എന്ന പോലെ അവൻ്റെ അടുക്കൽ ഇരിക്കണം. നീ കാണുകെ അവൻ അവനോട് കാഠിന്യം പ്രവർത്തിക്കരുത്. ഇങ്ങനെ അവൻ വീണ്ടെടുക്കപ്പെടാതിരുന്നാൽ അവനും അവനോടുകൂടെ അവൻ്റെ മക്കളും യോബേൽ സംവത്സരത്തിൽ പുറപ്പെട്ടു പോകണം. ഇസ്രായേൽ മക്കൾ എനിക്ക് ദാസന്മാരാകുന്നു. അവർ മിസ്രയീം ദേശത്തു നിന്ന് ഞാൻ കൊണ്ടുവന്ന എൻ്റെ ദാസന്മാർ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു.